ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന തേങ്ങാ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ തേങ്ങാ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ചിരണ്ടിയ തേങ്ങ 1 കപ്പ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഇത്ര പോകുന്നൊരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി ഇഷ്ടമല്ലാത്തവർ ചേർക്കണമെന്നില്ല. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എരിവുള്ള ഒരു പച്ചമുളക്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചൊക്കെ ഉപയോഗിക്കാം. അടുത്തതായിട്ട് ഒരു ചെറിയ 2-3 അല്ലി വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി ഇതുവരെയും തേങ്ങാ ചട്നിയിൽ ചേർത്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തേങ്ങാ ചട്നിയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാ ചട്നി ഏകദേശം തയ്യാറാവും. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നന്നായിട്ട് കട്ടയ്ക്കാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത്തിരി നല്ല കട്ടയ്ക്കാണല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ പൊട്ടുകടല ചേർത്ത് അരയ്ക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചട്നിയിലേക്ക് കുറച്ച് വെള്ളം കൂടെ, നമ്മുടെ ഈ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട ചട്നി ആയിട്ടല്ല എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത്തിരി ലൂസാക്കിയിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത് നമ്മളിത് കടുക് വറുക്കാൻ പോവുകയാണേ. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചട്നിയൊക്കെ കടുക് വറുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. അതുപോലെ നന്നായിട്ട് ചൂടായിട്ട് വന്നു. അതിനുശേഷം കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ആവശ്യത്തിനുള്ള ഉണക്കമുളക് കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം തന്നെ പെട്ടെന്ന് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ടലുകളിൽ നിന്നും റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മുടെ തേങ്ങാ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുവരെയും ഈ മെത്തേഡിൽ ചട്നി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് കൂട്ടാക്കുകയും കൂടെ വേണേ. അപ്പോൾ ഞാൻ ഈ ചട്നി ഇന്ന് സെർവ് ചെയ്യുന്നത് നല്ല ചൂടുള്ള ദോശയുടെ ഒപ്പമാണ് കേട്ടോ. അപ്പോൾ നല്ല നെയ്യൊക്കെ ഒഴിച്ച് നമ്മൾ നല്ല മുരിച്ചെടുത്തിട്ടുള്ള ദോശയുടെ ഒപ്പമാണ് ഈ തേങ്ങാ ചട്നി കൂട്ടുന്നത്. നമുക്ക് ഈ ഒരു ചട്നി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ തേങ്ങാ ചട്നി കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.